ചങ്ങായിമാരെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്, ഒരു വൃത്തികെട്ട മാപ്പ്. ആ മാപ്പ് വേറെ ആരുമല്ല, നമ്മുടെ രഘുരാമനില്ലേ, രഘുരാമന്റെ മാപ്പ്. ഇന്നലെ ഉണ്ടായ ആക്സിഡന്റിൽ 9ഓളം പേര് മരണപ്പെട്ടിട്ട് അതിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് പച്ച വർഗീയത കമന്റിൽ പറഞ്ഞില്ലേ, ആ വേട്ടാവളയൻ മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ഇവൻ അതിന് പറഞ്ഞ ന്യായീകരണം എന്താ അറിയാ, ഇന്നലെ ഇവനുണ്ടല്ല വെള്ളമടിച്ച് കിറങ്ങി നിൽക്കുന്ന അവസ്ഥയായിരുന്നു പോലും. ആ അവസ്ഥയിലാവലും ഈ വാർത്ത കണ്ടത്. അതിൽ ആ വെള്ളമടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാവലും ഇവൻ ഈ വൃത്തികെട്ട കമന്റ് ഇട്ടത്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം, നിങ്ങൾ ആകെ ഞെട്ടിപ്പും. ആ രസം എന്താണെന്നറിയാം, ഈ വേട്ടവളിന് എവിടെ ജോലി എന്നറിയാം, ഒരു മുസ്ലിമിന്റെ സ്ഥാപനത്തിലാണ് ഈ നാറി, ഈ വർഗീയവാദി ജോലി ചെയ്യുന്നത്. അതായത് ഒരു മുസ്ലിം കൊടുക്കുന്ന പൈസക്കാണ് ഇവനും ഇവന്റെ കുടുംബവും അന്നം കഴിച്ച് ജീവിച്ചു പോകുന്നത്. ആ ഇവനാണ് ഒരു മുസ്ലിമിന്റെ കാരുണ്യത്തിൽ മാത്രം ജീവിച്ചു വന്ന ഇവനാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇമാതിരി പച്ച വർഗീയത പറഞ്ഞുള്ളത്. എന്താണ് നമുക്ക് ഈ നാറിയുടെ ഈ വേട്ടവളിന്റെ മാപ്പ് കേൾക്കാം. ഈ മാപ്പുണ്ടല്ല ഒരാത്മാർത്ഥത ഇല്ലാത്ത മാപ്പാണ്. എന്തായാലും ഈ വേട്ടവളിന്റെ മാപ്പാദ്യം കേൾക്കാം, അതിനുശേഷം ബാക്കി നമുക്ക് പറയാം. സത്യത്തിൽ ബ്രോ എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് മുതൽ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പം ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവൻ്റെ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാനൊരു മുസ്ലിങ്ങളുടെ പേര് കണ്ടു, ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ്. അപ്പം അങ്ങനെ ഒരു കാരണം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ചേർത്തലയിൽ മറ്റേ ആ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിൻ്റെ ആ ഒരു വിഷയമുണ്ട്. വിഷു ബ്രോഷർ ഇറക്കിയതിൽ, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയതിൽ ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തിരിക്കുന്നതും, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയുക, ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഒരു കമൻറ്റ്. അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു അമർഷത്തിൻ്റെ ബേസ് എൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അസൽ കള്ളായിരുന്നു, മദ്യമായിരുന്നു. ഞാൻ നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്കിഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ജോലി ചെയ്യുന്നത്. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവർ തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എൻ്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് അതിലൊരു മടിയില്ല അത് പറയാനായിട്ട്. സുഹൃത്തെ, എനിക്ക് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പം ഈ എന്താ പറയുക, മതമല്ല, ഒരുതരം ഇത്തരം ഈ ബ്ലഡി ഇഡിയറ്റ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അമർഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടത്. മനസ്സിലായോ? അതും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതീഷ് മാധവന്റെ പോസ്റ്റിലാണ് ഞാൻ ആ കമന്റ് ഇട്ടത്. നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കുന്നുമില്ല. ഞാനൊരു ഇസ്ലാം വിരുദ്ധനോ ഇസ്ലാമോഫോബിക്കൊന്നുമല്ല. പക്ഷെ മത തീവ്രവാദത്തിനെതിരെ ഞാൻ എന്നും ശക്തമായിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഇസ്ലാം മത തീവ്രവാദത്തിന് അല്ലെങ്കിൽ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട. ഇവിടെ നോർമലി ഒരു മുസ്ലിമിനെ നമ്മൾ എതിർക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. സുഹൃത്തെ, എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ജീവിതത്തിൽ മുസ്ലിം വിരുദ്ധനൊന്നുമല്ലപ്പാ. എന്തിനു മുസ്ലിം വിരുദ്ധമായിരിക്കും? മനുഷ്യനായി കാണുന്ന ഞാനൊരു ഫെമിനിസ്റ്റാണ്. അത് തർക്കമൊന്നും വേണ്ട. ഞാനൊരു ഫെമിനിസ്റ്റാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ടാറ്റു അടക്കം ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്, പക്ക 100% ഫെമിനിസ്റ്റാണ്. അപ്പം അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ ഈ മതമൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെയൊക്കെ ചില ഈ കറകളാണ് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക ഓവർഫ്ലോ ആവുന്നത്. നിന്റെ മനസ്സിലുള്ള വേറൊരു കാര്യമല്ല രഘുരാമ ഓവർഫ്ലോ ആകുന്നത്. നിന്റെ മനസ്സിലുള്ള വർഗീയതയില്ലേ, ആ വർഗീയതയാണ് ഓവർഫ്ലോ ആകുന്നത്. അതായത് മുസ്ലിം വിരുദ്ധത, മുസ്ലിങ്ങളെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലില്ലേ, അതാണ് നിന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിന് നീ ഇപ്പോണ്ടല്ല മദ്യത്തിനൊന്നും കുറ്റം പറയണ്ട. നിന്റെ മനസ്സിലുള്ളതുണ്ടല്ല, മദ്യം പുറത്തു കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നീ മദ്യത്തിനെ കുറ്റം പറയുന്നതും വേണ്ട. മദ്യം പുറത്തു കൊണ്ടുവരുക, നീ കാലാകാലങ്ങളായി ചിന്തിക്കുന്ന, പുറത്തു പറയാൻ മടിക്കുന്ന കാര്യങ്ങളില്ലേ, അതാണ് മദ്യം പുറത്തു കൊണ്ടുവരിക. പിന്നെ ഇവൻ പറഞ്ഞില്ലേ, ഇവ ഫെമിനിസ്റ്റ് ആണ്, ഉണ്ടംപൊരിയാണെന്നൊക്കെ. ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ഇവൻ എന്താണെന്ന് ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവനുണ്ടല്ലോ ഒരു വർഷം മുന്നേ കുറച്ചു കാലത്തേക്ക് വെച്ച ഇവന്റെ പ്രൊഫൈലില്ലേ, ഇവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോ ചെയ്ത്. അപ്പൊ ഈ രഘുരാമൻ എന്താണെന്നും ആരാണെന്നും ഇത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഈ വേട്ടാവളിയെ നാറി പറയുന്നു, ഞാൻ ഒരു മുസ്ലിമിന്റെ കടയിലാണ് ജോലി ചെയ്യുന്നത്, അവര് തരുന്ന പൈസക്കാണ് എന്റെ കുടുംബം പൊറ്റുന്നതെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇവൻ എന്തിനാണ് ഈ മാപ്പുമായിട്ട് വന്നതെന്ന്. ഇതുണ്ടല്ലോ ലോകം മൊത്തം അറിഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി ഇവന്റെ ജോലി പോകുന്നുള്ള ഒരു പേടിയുണ്ട്. ആ പേടി കൊണ്ടാണ് ഈ മാപ്പ്, ഈ വൃത്തികെട്ട കോപ്പിലെ മാപ്പായിട്ട് ഇവൻ വന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ വേട്ടവളിന്, ഈ നാടിക്ക്, ഈ വർഗീയവാദിക്ക് ജോലി കൊടുക്കുന്ന ആ മുസ്ലിം സഹോദരനില്ലേ, അവരോടാണ് എത്രയും പെട്ടെന്ന് ഈ വർഗീയവാദിന നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തായിക്കോ. അല്ലെങ്കിൽ ഉണ്ടല്ല നിങ്ങളെ ആയിരിക്കും ഈ വേട്ടവളിനെ ആദ്യം ആക്രമിക്കുക. അതായത് അന്നം തരുന്ന കൈക്ക് തന്നെയായിരിക്കും ഈ കൂതറ സംഖ്യ ആദ്യം കടിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ കൊടുക്കുന്ന കാശിന് ഇവനും ഇവന്റെ കുടുംബവും ഭക്ഷണം കഴിച്ചിട്ട് അതിൽ ബാക്കി വരുന്ന കാശ് കൊണ്ട് ഇവൻ കള്ളു കുടിച്ചിട്ട് നിങ്ങളെ സമുദായത്തെ ഇങ്ങനെ തെറി വിളിക്കുന്നത്. ഇവന്റെ മാപ്പ് കേട്ടിട്ട് നിങ്ങളെ
നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഈ വട്ടാവളൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കമന്റ് ഇട്ടേന്നല്ലേ? ഇവന്റെ സ്ഥിരം പരിപാടിയാണ് ഇത്തരം കമന്റുകൾ, ഇത്തരം വൃത്തികെട്ട മുസ്ലിം വിരുദ്ധതയുള്ള ഇത്തരം വൃത്തികെട്ട കമന്റുകളിൽ ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ വട്ടാവളിനിട്ട ഈ നാറിയിട്ട വേറൊരു കമന്റ് കാണിച്ചതാ. ജുനൈദില്ലേ, ബ്ലോഗർ ജുനൈദ്, മൂപ്പർ മരിച്ചപ്പോ ഈ വട്ടാവളൻ ഒരു വൃത്തികെട്ട കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പേര് നോക്കിക്കോ, രഘുരാമൻ, സെയിം രഘുരാമൻ തന്നെ കേട്ടാ. 72 ഹൂറിമാർക്കൊപ്പം മധ്യപ്പുഴയിൽ സ്വർഗീയ ജീവിതം ആസ്വദിക്കാൻ പടച്ചോന്റെ കൃപയാൽ ഈ റമദാൻ നോയമ്പ് കാലത്ത് തന്നെ അവസരം കൊടുത്ത പടച്ചോനോട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ എന്നിട്ട് കുറെ സ്മൈലി. ഇത്രയും വൃത്തികെട്ട കമന്റ് മുന്നേറ്റ ഇവനാണ് ഇപ്പൊ വന്നിട്ട് പറഞ്ഞത് പറ്റിപ്പോയി എന്ന്. ഇവൻ ഈ കമന്റ് ഇട്ടതും ഒരു മരണത്തിന്റെ പോസ്റ്റ് തന്നെയാണ്. ഇവൻ ഇന്ന് കമന്റ് ഇട്ടതും ഒരു മരണത്തിന്റെ ഇല്ല, 9ഓളം മരണത്തിന്റെ പോസ്റ്റിലാണ് ഇവൻ ഇന്നും ഈ വൃത്തികെട്ട കമന്റ് ഇട്ടത്. ഇനി ഇവൻ എന്തായിരുന്നെന്നും ഇപ്പോഴെന്താണെന്നും ഇനി ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഒരു കാര്യം വേണ്ടല്ലോ. എന്നിട്ട് ഈ വൃത്തികെട്ടവൻ പറയുന്നത് ഞാൻ മുസ്ലിംസിലെ തീവ്രവാദികൾക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന്. ലോകം കണ്ട, ഇന്ത്യ കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ഹിന്ദുത്വ വർഗീയവാദിയാണ് ഈ വട്ടാവളിയാണ്. ഇവനാണ് മറ്റുള്ളവരാ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് അവരെ വിമർശിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു അപകടത്തിൽ മരണപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളാണെന്ന മുസ്ലിംസിന് ഒരു നാണവും മാനില്ലാണ്ട് വൃത്തികെട്ട രീതിയിൽ കമന്റ് ചെയ്തിട്ട് ഇപ്പൊ ഇവന്റെ കോപ്പിലൊരു മാപ്പ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇവൻ ഇന്നീ പറഞ്ഞ ഈ മാപ്പിലുണ്ടല്ല യാതൊരു കുറ്റബോധമോ ഇവൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു പശ്ചാത്താപമോ ഒന്നുമില്ല. ഇവന്റെ ജോലി പോകുമെന്നുള്ള ഒറ്റ പേടി കൊണ്ടാണ് ഈ നാറി ഇപ്പൊ ഈ മാപ്പുമായിട്ട് വന്നിട്ടുള്ളത്. ഇവന് കൃത്യമായിട്ട് അറിയാം ഇവൻ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലമില്ലേ, ആ മുസ്ലിംസിന്റെ സ്ഥാപനം, അവിടുന്ന് ജോലി പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പോലും ഈ വർഗീയവാദി നാറിക്കണ്ടല്ല ജോലി കൊടുക്കൂലെന്ന് ഇവന് കൃത്യമായിട്ട് അറിയാം. ആ ഒരൊറ്റ ഭയത്തിലാണ് ഈ നാറി ഉണ്ടല്ല, ഈ വർഗീയവാദി, ഈ ഹിന്ദുത്വ വർഗീയവാദി ഈ കോപ്പിലെ മാപ്പുമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ വേട്ടവളൻ ഈ വർഗീയവാദിക്ക് ജോലി കൊടുക്കുന്ന ആ മുസ്ലിം സഹോദരനോട് നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ നാറിന എത്രയും പെട്ടെന്ന് നിങ്ങളെ സ്ഥാപനത്തിലെ ജോലിയില്ലേ അതിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം. എനിക്ക് ഇവന്റെ കാര്യാലയിക്കുമ്പോ ഏറ്റവും കൂടുതൽ ദേഷ്യവും ഏറ്റവും കൂടുതൽ സങ്കടവും വരുന്നറിയാം. ഇവൻ ജോലി ചെയ്യുന്നത് മുസ്ലിംസിന്റെ കടയിലാണെന്നുള്ളത് തന്നെയാണ്. അവിടുന്ന് ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് കാശ് വാങ്ങിയിട്ട് അവരെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇവന്റെ മനസ്സുണ്ടല്ല, ഇവന്റെ വൃത്തികെട്ട മനസ്സുണ്ടല്ല, അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.